അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകിയ ഗുണങ്ങളെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പാർട്ട് 1. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഗുണങ്ങൾ കേട്ടാൽ ചിലപ്പോൾ അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തതായിരിക്കും, ഞെട്ടിപ്പോവും. അത്രയ്ക്ക് ഗുണങ്ങളാണ് ഒരു പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഞാൻ ഇന്നത്തതിൽ ഒന്നാമത്തെ പറയാം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയക്കുകയും തൻ്റെ വീട്ടിൽ ദീനിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ തൻ്റെ ഭർത്താവിനേക്കാൾ 500 വർഷം സ്വർഗത്തിൽ, അതായത് 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും 70,000 മലക്കുകളുടെയും സ്വർഗഹൂറിലിങ്ങളുടെയും നേതാവാകുകയും അവൾ സ്വർഗത്തിൽ കുളിപ്പിക്കപ്പെടുകയും യാഖുത്ത് മർജാൻ എന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്തു കൊണ്ട് തൻ്റെ ഭർത്താവിനെ വരവിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നതുമാണ്. എന്തൊരു അത്ഭുതമാണല്ലേ! അതായത് ഒരു സ്ത്രീ സ്വർഗത്തിൽ, നമ്മുടെ ഈ ദുനിയാവിൽ തന്നെ ഒരു ഭർത്താവ്, നാളെ പരലോകത്തും. എന്തൊരു ഭാഗ്യമാണ് ആ ഒരു പെണ്ണ്, ഈ ലോകത്തും നാളെ പരലോകത്തും. എല്ലാവർക്കും നല്ല ഭർത്താവിനെ അല്ലാഹ് തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി ഞാൻ പറയുന്നത് രണ്ടാമത്താണ്. ഒരു സ്ത്രീ അന്യപുരുഷനെ കാണാൻ വേണ്ടി പോയാൽ അല്ലാഹു അവളുടെ മേൽ ലഅനത്ത് ചെയ്യും. പുരുഷന്മാർ അന്യ സ്ത്രീകളെ കാണുന്നത് ഹറാമായ പോലെ സ്ത്രീകൾ അന്യപുരുഷനെ കാണുന്നതും ഹറാമാണ്. മൂന്നാമത്തത്, നിനക്ക് ഹയ, അതായത് ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തു കൊള്ളാമെന്ന് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോളിയെന്ന് നമ്മുടെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. 4, ഏതൊരു സ്ത്രീ നമസ്കാരം, നോമ്പ് ഇവകളെ സൂക്ഷ്മതയോടു കൂടി നിർവഹിച്ച് തൻ്റെ പതിവൃത്തത്തെയും സൂക്ഷിച്ച് തൻ്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച് കഴിച്ചു കൂട്ടിയാൽ സ്വർഗത്തിൽ ഏത് വാതിൽ കൂടി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വാതിൽ കൂടിയും അവൾ പ്രവേശിക്കുന്നതാണ്. നെക്സ്റ്റ്, അടുത്തത്, ഒരു സ്ത്രീ നമസ്കാരം അവരുടെ തലയ്ക്ക് മുകളിൽ ഉൾപ്പെടുത്തുന്നതല്ല, അതായത് ഉയർത്തുന്നതല്ല. ഒരു സ്ത്രീയുടെ നമസ്കാരം അള്ളാഹു ഉയർത്തുന്നതല്ല. 1, യജമാനിനെ വിട്ട് ഓടിപ്പോയ അടിമ. 2, ഭർത്താവിൻ്റെ കോപം സമ്പാദിച്ച ഭാര്യ. അടുത്തത്, ഒരു ഗർഭിണിയായ സ്ത്രീ രാത്രി ഇബാദത്തായും പകൽ നോമ്പായും കണക്കാക്കപ്പെടുന്നതാണ്. അടുത്തത്, ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവൾക്ക് 70 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലവും പ്രസവം കാരണമായി ഉണ്ടാവുന്ന വേദനയ്ക്ക് പകരമായി ഓരോ ഹജ്ജിൻ്റെ പ്രതിഫലവും എഴുതപ്പെടുന്നതാണ്. അടുത്തത്, ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് 40 ദിവസത്തിനകം മരണപ്പെട്ടാൽ അവൾക്ക് ജിഹാദിൻ്റെ നന്മ നൽകപ്പെടുന്നതാണ്. ഇനി 10ാമത്തെ, തൻ്റെ കുഞ്ഞ് രാത്രി കരയുമ്പോൾ അതിനെ ശപിക്കാതെ പാല് കൊടുത്താൽ അവൾക്ക് 1 വർഷത്തെ നമസ്കാരം, നോമ്പ് എന്നിവയുടെ നന്മകൾ നൽകപ്പെടുന്നതാണ്. എന്താല്ലേ ഒരു സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.